ഇപ്പോഴാണ് നേരത്തെ പ്രാവ് വന്നു ഗൈസ്. ഇന്ന് രാവിലെ മഴ ആയതുകൊണ്ട് റോഡിൽ വെള്ളമാണ്. അപ്പം അപ്പുറത്ത് അരിയിട്ട് കൊടുത്തില്ല, ഇപ്പുറത്ത് അരിയിട്ട് കൊടുത്തില്ല. അപ്പം ഞാൻ കുറച്ച് ചോറിട്ട് കൊടുത്താണ് കേട്ടോ. എന്താ തേടി വന്നിരിക്കുന്നു പാവങ്ങൾ. ഇഷ്ടം പോലെയുണ്ട്. കുറച്ചുള്ളൂ, വരുന്നുണ്ട്, വേറെ നേരം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോൾ എല്ലാം കൂടി കൂടില്ലേന്ന് ആലോചിക്കുമ്പോൾ സങ്കടം. മക്കളെ വേഗം കഴിച്ചോ. വണ്ടി പോകുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ എന്തൊരു പേടിയാണെന്നറിയോ. പേടിച്ച് പേടിച്ചിട്ടാണ് വരുന്നത്. വിറക്കുക. ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് മത്തൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മത്തനും ചെറുപയറും കൂടി ഒരു കറിയാണ്. വളരെ സിമ്പിളായ ഒരു കറി കേട്ടാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് നോക്കണേ. മത്തനൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. ഇരുട്ടടിച്ച് മഴ തുറന്ന മഴയാണ്. നാളെ പരിസ്ഥിതി ദിനമാണ്. ഉണ്ണി ചിത്രം വരയ്ക്കൽ തിരക്കാണ്. കാലത്തണിച്ചിട്ടല്ല, എന്നാലും വരച്ചത്. കളർ കൊടുക്കൽ നേരം കിട്ടുന്നില്ല പോൾക്ക്. ട്യൂഷൻ പോകേണ്ട കുട്ടികളുടെ കാര്യം അവസ്ഥ അല്ലേ. അതിനേക്കാളും കഷ്ടമാണ്. ഒന്ന് പഠിക്കാനുണ്ടാവും, എവിടെ നേരം. ഇനി ട്യൂഷനൊന്നും പോകണില്ല കേട്ടോ. തേങ്ങ ചിരക കേട്ടോ. മത്തന് വേണ്ട തേങ്ങ ചിരകാണ് പറയാം. നല്ല മഴയുണ്ട് അവിടെ. കറി വയ്ക്കാൻ ചെറുപയർ മത്തൻ, ചെറുപയർ കുതിർത്തതാണ് കേട്ടോ. $150 ഗ്രാം ചെറുപയറുണ്ട്, ഒരു കഷ്ണം മത്തൻ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നാല് വിസിൽ വരട്ടെ. അപ്പോൾ തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, 2 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. എല്ലാം കൂടി അരച്ചിട്ട് വരാം കേട്ടോ. നന്നായി ചെറുപയറും മത്തനും എന്താ നോക്കുക. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചട്ടിയിലേക്ക് മാറ്റട്ടെ. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ചാറ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ കറി തിളച്ചു, ഓഫാക്കുക. നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ നന്നായിട്ട്. കടുകിട്ട് കൊടുക്കട്ടെ. വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് തേങ്ങ, നന്നായി മൂത്ത് വരട്ടെ. തേങ്ങ നന്നായി മൂത്ത് വരണം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, കളറിനാണ്.
ഓഫാക്കുക. ഒഴിച്ചു കൊടുക്കാം. സൂപ്പർ. ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണത്. ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ പറയാനില്ല. കേബേജ് തോരൻ വെക്കാൻ കേട്ടോ. കുറച്ച് കടലിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉള്ളി, ഉപ്പ്, കറിവേപ്പില. സിമ്പിൾ തോരനാണ്. വിരുന്ന എടുക്കുക, വേവിക്കുക. കേബേജ് കൊണ്ടുവിട്ടാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ചുള്ളൂ തേങ്ങ. വെളിച്ചമില്ലല്ലോ മഴ കാരണം. ആയേ ഒരു കളവയിലെടുക്കുന്നുണ്ട്. വൈകുന്നേരത്തേക്ക് മഴക്കുള്ളതാണ്. തോരൻ റെഡി ആയിട്ടാ. ചോറാക്കട്ടെ. ഇത് ഉണ്ണി വരച്ച ചിത്രമാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണം. നാളെ പരിസ്ഥിതി ദിനമല്ലേ, അപ്പോൾ പ്ലക്കാർഡ് കൊണ്ടുപോകാൻ പറഞ്ഞാണ് കേട്ടോ. ഭംഗിയുണ്ടോന്ന് കമൻറ്റ് ചെയ്യട്ടോ. രാത്രി വന്നിട്ട് ചെയ്തതാണ് കേട്ടോ. രാവിലെയാണ് മുഴുമിച്ചത്. നാളെ 5-ാം തീയതി. ഇന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഉണ്ണിക്ക് ചോറാക്കുക കേട്ടോ സ്കൂളിലേക്ക്. നല്ല ചൂട്. കേബേജ് ഉപ്പേരി. ഇങ്ങനെ ഒരു പാത്രമുള്ളതും കൂടി സെപ്പറേറ്റ് വേണ്ടല്ലേ? ഇല്ല ഉണ്ണി. പിന്നെ നമ്മുടെ ചെറുപയർ മത്തനുണ്ടാ. വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ എനിക്കിതിൽ ഉണക്കമീനാണ് വേണ്ടത്. ഇത് ഇതിനില്ലേ ഉണക്കമീൻ വേണം, അതായത് അച്ചാർ വേണം. ഇത് രണ്ടും ഇല്ല ഇവിടെ. രണ്ടും ഇല്ല. സ്കൂളിലേക്ക് അയച്ചു വിട്ടേട്ടാ. അപ്പം ശരി ടോണി, സ്കൂളിൽ പോവാൻ കേട്ടോ. സമയമായി 9:30. ടാറ്റ ടാറ്റ. ഇന്നലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയതാണ് കേട്ടോ പച്ചക്കറി വാങ്ങാൻ. നല്ല വില പച്ചക്കറിക്ക്. ഓരോയിടത്തും ഓരോ വിലയാണ്. ഇപ്പോൾ തേടി നടക്കുകയാണ്. ഓരോവിടെ ഒരു വിലയാണെങ്കിൽ ഓരോവിടെ ഒരു വില. നിറയെ പച്ചക്കറി ഉണ്ട്. സ്കൂൾ തുറന്നതല്ലേ, അതുകൊണ്ട് ഒരുപാട് വില തോന്നുന്നു. എല്ലാ അമ്മമാരും പച്ചക്കറി വാങ്ങാൻ വന്നിട്ടുണ്ട്. കൂടുതൽ ഉപ്പേരിക്കാണ് വാങ്ങുന്നത് എല്ലാവരും. സ്കൂളിൽ കൊണ്ട് പോകണ്ടേ. നിറയെ പച്ചക്കറി. ഇവിടെ ഒരു വിലയാണെങ്കിൽ അപ്പുറത്തൊരു വിലയാണ് കേട്ടോ. ശക്ത മാർക്കറ്റ്. തിരക്കുണ്ട് നിറയെ. ഞങ്ങൾ തേടിയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങി. ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാ. എന്നിട്ട് വീട്ടിൽ കയറാൻ നിൽക്കുകയാണ്. ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. പുറത്ത് പോയി ഒരു ചായ കുടിക്കണം നിർബന്ധമാണ് ഏട്ടന്. ഒരു മധുരമില്ലാത്തൊരു ചായ കിട്ടാണ്ട് ഏട്ടൻ വരില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ.